നമസ്കാരം, ഞാൻ ഇനിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞണ്ട് നന്നാക്കാൻ അറിയുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ വീഡിയോൻ്റെ താഴെ. അപ്പോൾ അതെങ്ങനെയാണ് നന്നാക്കണേന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഞണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. നല്ല നാടൻ സ്റ്റൈലുള്ള ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഞണ്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാല് ഇതുപോലെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബോഡി 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് 3 മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞതും ഒരു കൈ കൊണ്ട് 2 പിടി ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക കേട്ടോ. ഇനി അത് നല്ലതുപോലെ വഴണ്ടി വരുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 3 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയുടെ സ്കിന്നും സീഡും കളഞ്ഞിട്ടുള്ളതാണ്, ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തക്കാളി ഒന്ന് ഇതിലേക്ക് ഒന്ന് അലിഞ്ഞ് ചേരണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ചേരണം. അത് വരെ ഒന്ന് ക്ഷമയോട് കൂടെ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ അധികം എരിവില്ല, പാകത്തിനുള്ള എരിവുള്ളൂ. അപ്പോൾ നമുക്ക് എരിവ് വേണം, കൂടുതലുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ ഒന്ന് ഞണ്ടിലോട്ട് നന്നായിട്ട് ആവണ വിധത്തിലൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെന്ത് തുടങ്ങുമ്പോൾ ഞണ്ടിൻ്റെ കളറൊക്കെ മാറി ഒരു റെഡ് കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രേവിയൊക്കെ മാറ്റി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് കമൻറ്റും ചെയ്യണേ.